നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇമോഷണൽ ഈറ്റിങ്ങും അമിതവണ്ണവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഇമോഷണൽ ഈറ്റിംഗ്? ഇമോഷണൽ ഈറ്റിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാം? ഇത് മറികടക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നിങ്ങളിൽ അമിതവണ്ണം ഉള്ളവർ ഇത് കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ കാരണങ്ങൾ കൊണ്ടാണോ വണ്ണം വെച്ച് വരുന്നത് അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാരം കൂടുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവർ കാണുന്നുണ്ട് എങ്കിൽ ഒരു ബുക്കും പേനയും എടുത്ത് ഇതെങ്ങനെ മറികടക്കാം എന്ന് ഞാൻ പറയുന്ന സമയത്തൊക്കെ അത് കൃത്യമായിട്ട് എഴുതിയെടുത്ത് നിങ്ങൾ പരിശീലിക്കണം. ഓക്കെ, നമുക്കെല്ലാവർക്കും വിശപ്പുണ്ടാകുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ വിശപ്പ് ഇല്ലാതിരുന്നിട്ടും നമുക്ക് ആഹാരം കഴിക്കാൻ തോന്നുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അമിതമായ ടെൻഷൻ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം, സ്ട്രെസ് ഒക്കെ കൂടുമ്പോൾ, അല്ലെങ്കിൽ അമിതമായിട്ട് ദേഷ്യം, വിഷമം, സങ്കടം, കരച്ചിൽ, ഇതുപോലെ ഇമോഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എങ്കിൽ ഇതിനെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ശരീരത്തിന് ഊർജം ആവശ്യമില്ലാത്തപ്പോഴും നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് ആശ്വാസം കണ്ടെത്താനായിട്ട് നമ്മൾ ഭക്ഷണത്തെയാണ് ആശ്രയിക്കുന്നത് എങ്കിൽ ഇതിനെ ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയുന്നു. അപ്പോൾ പൊതുവെ നമ്മൾ വണ്ണം ഉള്ള ആളുകളെ കാണുമ്പോൾ എന്താണ് കുറച്ച് ഭക്ഷണം കുറച്ച് കഴിച്ചുകൂടെ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല ആദ്യം ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷൻസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുണ്ടോ എന്ന് ഉറ്റ സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ അമിതമായിട്ട് വണ്ണം വെച്ച് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പങ്കാളികൾ അമിത വണ്ണം വെച്ച് വരുവാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഇമോഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇമോഷണൽ ഈറ്റിംഗ് ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്ന് വെച്ചാൽ, ഒരു ഉദാഹരണത്തിന് വിഷമം വന്നാൽ ചോക്ലേറ്റ് കഴിക്കുക, ടെൻഷൻ വരുമ്പോൾ ഐസ്ക്രീം കഴിക്കുക, അല്ലെങ്കിൽ ജോലി സമ്മർദ്ദം കൂടുമ്പോൾ വീണ്ടും വീണ്ടും ചായ കുടിക്കുക, എണ്ണപ്പലഹാരങ്ങളൊക്കെ കഴിക്കുക, അതുപോലെ എനിക്ക് ആരുമില്ല എന്നൊരു ഏകാന്തതയ്ക്ക് അനുഭവപ്പെട്ട് വിഷമിച്ചിരിക്കുമ്പോൾ ഓടിച്ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് അതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു തിന്നുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇമോഷണൽ ഈറ്റിംഗ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ തലച്ചോറിൽ സന്തോഷം നൽകുന്ന ചില രാസവസ്തുക്കളുണ്ട്. ഇപ്പൊ നമ്മൾ മധുരം, അതുപോലെ കൊഴുപ്പ്, ജങ്ക് ഫുഡ് ഇവ കഴിക്കുമ്പോൾ ഈ രാസവസ്തുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും നമ്മുടെ മനസ്സിന് നല്ല ആശ്വാസം ലഭിക്കുകയും ചെയ്യും. പക്ഷെ ഈ ആശ്വാസം എന്ന് പറയുന്നത് വെറും താൽക്കാലികം മാത്രമാണ്. പ്രശ്നം അതേപടി തന്നെ നിൽക്കും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പിന്നീട് ഈ അധികമായി ഫുഡ് കഴിച്ചതിന്റെ ഒരു കുറ്റബോധവും നിരാശയും ഉണ്ടാകും. പിന്നെ അതിൽ നിന്ന് വീണ്ടും രക്ഷപ്പെടാനായിട്ട് വീണ്ടും നമ്മൾ ഭക്ഷണത്തിലേക്ക് തിരിയും. അങ്ങനെ ഈ ഇമോഷണൽ ഈറ്റിംഗ് ചെയ്ത് 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 അവസാനം അമിതവണ്ണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾക്ക് ഇമോഷണൽ ഈറ്റിംഗ് ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള കാര്യങ്ങൾ ഇത് തന്നെയാണ്. വിശപ്പില്ലാതിരുന്നിട്ടും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയം എത്താതെ തന്നെ നിങ്ങൾക്ക് വിശപ്പുണ്ടാവുക, കൂടുതൽ കൂടുതൽ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ആഗ്രഹം വരിക, എത്ര കഴിച്ചാലും, അതായത് സ്നാക്സ് ഒക്കെ ഈ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ചിപ്സും കാര്യങ്ങളൊക്കെ കഴിച്ചാലും മതിയാകാതെ വരിക, ടെൻഷൻ സമയങ്ങളിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുക, പിന്നെ ഈ ഭക്ഷണം കഴിച്ചതിനെ ഓർത്ത് കുറ്റബോധം വരിക, അതുപോലെ രാത്രി വൈകി വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കാനുള്ള തോന്നലുകൾ ഉണ്ടാവുക, ഇതെല്ലാം ഇമോഷണൽ ഈറ്റിംഗിന്റെ ഭാഗമാണ്. ഇതുപോലെ കുറച്ചു കാലം നമ്മൾ ചെയ്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിൽക്കാൾ കൂടുതൽ കലോറി എന്നും കിട്ടുകയും തൽഫലമായിട്ട് ഈ ആവശ്യത്തിലധികമുള്ള ഊർജം ശരീരത്തിൽ സംഭരിക്കപ്പെടുകയും ചെയ്യും കൊഴുപ്പായിട്ട്. അങ്ങനെ നമ്മുടെ ശരീരഭാരം കൂടും. അപ്പൊ ഇതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരഭാരം വർദ്ധിക്കുന്നു, അടിവയറിന് ചുറ്റുമുള്ള വണ്ണം കൂടുന്നു, അതുപോലെ പ്രമേഹ സാധ്യത കൂടുന്നു, കൊളസ്ട്രോൾ കൂടുന്നു, രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നു, അതുപോലെ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ രീതിയിൽ ഭക്ഷണം കഴിച്ച് നമ്മുടെ വികാരങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഭക്ഷണത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ പതുക്കെ പതുക്കെ നമ്മളൊരു
ജീവിതശൈലി രോഗത്തിന് അടിമയായി മാറിക്കൊണ്ടേയിരിക്കും. ആയുർവേദം ശരീരത്തെയും മനസ്സിനെയും ഒരുമിച്ചാണ് കാണുന്നത്. അപ്പോൾ മനസ്സിനുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, പേടി, ദേഷ്യം, വിഷമം, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ദോഷങ്ങളുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കുകയും ജഡരാഗ്നിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ അഗ്നി അസന്തുലിതമാകുമ്പോൾ ചിലർക്ക് വിശപ്പ് കുറയും, ചിലർക്ക് അമിതമായിട്ടുള്ള വിശപ്പുണ്ടാകും, ദഹനക്കുറവും അതുപോലെ തന്നെ അമിതവണ്ണവും ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ശരീരത്തെ ചികിത്സിക്കുന്നത് പോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ ഇമോഷണൽ ഈറ്റിംഗ് നിയന്ത്രിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം, ഇത് മറികടക്കാനായിട്ട്. കാരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ ബാധിക്കുമെന്നും അതുകൊണ്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേ ഇരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇത് മറികടക്കാനുള്ള വിദ്യകൾ എന്തെല്ലാമാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഈ ഇമോഷണൽ ഈറ്റിംഗ് നമുക്ക് മറികടക്കാം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വേണ്ടത് അവയർനെസ് ആണ്. അതായത് ശരിക്കുമുള്ള വിശപ്പാണോ അതോ ഇമോഷണൽ കൊണ്ട് പലതരത്തിലുള്ള ഇമോഷൻസ് കൊണ്ടുണ്ടാകുന്ന വിശപ്പാണോ എന്ന് സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോൾ സ്വയം ചോദിക്കുക, എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ടോ അതോ ഞാൻ വിഷമത്തിലാണോ എന്നുള്ളത്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം കണ്ടെത്തണം. രണ്ടാമതായിട്ട് ഒരു ഡയറി സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എന്താ പറയാ ഫുഡ്, ഭക്ഷണം കഴിക്കുന്നത് എപ്പോൾ കഴിച്ചു, എന്ത് കഴിച്ചു, എപ്പോൾ, അതായത് എന്തുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. അപ്പൊ ഈ ചോദ്യങ്ങൾ, അതായത് വിശന്നിട്ടാണോ അതെയോ, ഇപ്പൊ വിശന്നിട്ടല്ല, ജസ്റ്റ് ഒരു ക്രേവിങ്സ് എന്ന് പറയും, മധുരം, അപ്പൊ അത് കഴിക്കാനുള്ള അമിതമായ ആഗ്രഹം കൊണ്ടാണോ, ഓരോ ഇമോഷൻസ് മറികടക്കാനാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ഡയറിയിൽ കുറിച്ചു വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത് റിലാക്സേഷൻ ടെക്നിക്സുകളാണ്. അതായത് നമുക്ക് അമിതമായിട്ട് ഉത്കണ്ഠയും അല്ലെങ്കിൽ പേടിയും മാനസിക പിരിമുറുക്കവും ടെൻഷനും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ റിലാക്സേഷൻ ടെക്നിക്സ്, സ്ട്രെസ് കുറയ്ക്കാനുള്ള, നമുക്ക് സ്ട്രെസ് കൂടുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാനുള്ള ടെക്നിക്സുകൾ നമ്മൾ ശീലിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മെഡിറ്റേഷൻ, ധ്യാനം. ഒരു 10-20 മിനിറ്റ് കണ്ണടച്ച് ശ്വസന പ്രക്രിയകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. അതുപോലെ കുറച്ചു നേരം എക്സസൈസുകൾ ചെയ്യുക, 20 മിനിറ്റ് നേരം വ്യായാമങ്ങൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അങ്ങനെ ഓരോ റിലാക്സേഷൻ ടെക്നിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം, അത് ചെയ്യുകയും ചെയ്യണം. അതായത് ഇപ്പോൾ മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ്, അതുപോലെ യോഗിക് എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാലാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഉറക്കക്കുറവുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഉറക്കക്കുറവ് വരുമ്പോൾ നമ്മുടെ വിശപ്പിന്റെ ഹോർമോണുകൾ വർദ്ധിക്കും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വിശപ്പുണ്ടാകും, നമ്മളത് കഴിക്കും. അപ്പോൾ ഉറക്കക്കുറവ് വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ദിവസവും 6 മുതൽ 8 മണിക്കൂർ ഉറക്കം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ നമുക്ക് വിഷമം വരുമ്പോൾ പുസ്തകം വായിക്കാം, പ്രാർത്ഥിക്കാം. അപ്പൊ ആദ്യമേ പറഞ്ഞു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാന്ന്. ഇതൊക്കെ ഉൾപ്പെടുത്തി നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുക. മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടി വിഷമിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും മധുരപലഹാരങ്ങൾ കൊടുക്കുന്ന ശീലം ഒഴിവാക്കണം. കരയണ്ട, ഇതാ ചോക്ലേറ്റ് എന്ന് പറഞ്ഞുള്ള സമീപനം ഭാവിയിൽ അവർക്ക് ഈ ഇമോഷണൽ ഈറ്റിങ്ങിനൊക്കെ കാരണമായേക്കാം. അപ്പോൾ ഇമോഷണൽ ഈറ്റിംഗ് എന്നത് വിശപ്പിന്റെ പ്രശ്നമല്ല, പലപ്പോഴും മനസ്സിന്റെ പ്രശ്നമാണ്. ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഊർജമാകണം, അല്ലാതെ നമ്മുടെ ഇമോഷൻസിന്റെ മരുന്നാകരുത്. നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും പഠിച്ചാൽ അമിതവണ്ണം മാത്രമല്ല, പല ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പോൾ വിശപ്പിന് ഭക്ഷണം നൽകുക, അതുപോലെ ഇമോഷൻസിന് പിന്തുണയും പരിചരണവും നൽകുക എന്ന സന്ദേശത്തോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണ് എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ പങ്കാളികൾക്കോ, അതായത് ഇമോഷണൽ ഈറ്റിംഗ് കഴിച്ച് അമിതവണ്ണമായിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.